കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മൾ തന്നെ മനോരമ സംഘടിപ്പിച്ച മലയാള സിനിമയുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിഷയം ചർച്ച ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ അന്തസാരശൂന്യമായ സിനിമ ഇറങ്ങുന്നതല്ലേ ശരിക്കുള്ള പ്രതിസന്ധി? യാതൊരു സംശയമില്ല. ഈ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടാൽ മതി. അതെ, എന്തിനും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയാം, സിനിമ കാണുക, എന്നിട്ട് നമുക്കറിഞ്ഞൂടെ സിനിമ എന്താണെന്നുള്ളത്. ആ സിനിമയെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ. ഈ സിനിമ ജനങ്ങൾ കാണാൻ വരുമോ? ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ മഞ്ജുലാസിൻ്റെ എം.ഒ. ജോസഫ് എന്ന് പറയുന്ന ആൾ, ടി വാസുദേവൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള പണ്ടത്തെ ഹരി പോത്തൻ എന്ന് പറയുന്ന നിർമ്മാതാവ്, ഇവർക്കൊക്കെ സ്വന്തമായിട്ടൊരു സിനിമ കാഴ്ചപ്പാടുണ്ടായിരുന്നു, കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതെ, അവരൊക്കെ കലാകാരന്മാർ കൂടിയായിരുന്നു. ആ കലാകാരന്മാരുടെ അഭാവമാണ് ഇന്നത്തെ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ പണം മാത്രം ചിലവാക്കുന്ന ഒരു വിഭാഗമായി മാറിപ്പോയി. ഫൈനാൻസേഴ്സ്. അപ്പോൾ പണ്ടൊക്കെ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ കലാപരമായിട്ട് ടേസ്റ്റുള്ളവരായി രംഗത്തേക്ക് വന്നത് സിനിമ എടുക്കാൻ. അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ബോധമുണ്ട്. അവർ ആസൂത്രിതമായിട്ടാണ് സിനിമ, ഒരു പ്രോജക്റ്റ് അവർ തയ്യാറാക്കും. സാമ്പത്തികമായ ഒരു അച്ചടക്കം ഉണ്ടാവും. ഒരു സിനിമ എടുക്കാൻ ഒരു ആസൂത്രണം ഉണ്ടാവും. അതൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇത് മോഡേൺ ട്രെൻഡാണെന്ന് പറയുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല. നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയും ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ സിനിമ വളർന്നിട്ടുണ്ടോ? സിനിമ വളർന്നിട്ടുണ്ടെങ്കിൽ ഈ തകർച്ചയെപ്പറ്റി നമ്മളിന്ന് ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. സിനിമ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെ? ആശയപരമായിട്ടും ഭാവനാപരമായിട്ടും ഭാവനാ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. സിനിമ വളർന്നിട്ടുണ്ട്, സാങ്കേതികമായിട്ട് വളർന്നിട്ടുണ്ട്, ടെക്നിക്കലായിട്ട് വളർന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടെക്നിക്ക് കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ള പടങ്ങളൊക്കെ പരാജയപ്പെട്ട് നമ്മൾ മുമ്പിലുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു പടം ആളവന്താൻ എന്നൊരു പടം, അതെ, ഒരുപാട് പണം ചിലവാക്കിയിട്ട് ടെക്നിക്കലായിട്ട് എടുത്തുള്ള പടമാണ്. അപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോൾ അതിനകത്ത് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയുള്ള ടെക്നിക്കൊക്കെ 3 ഷോ കഴിഞ്ഞപ്പോൾ ഓപ്പറേറ്റ് എടുത്ത് കട്ട് ചെയ്ത് മാറ്റി എന്നാണ് കേട്ടത്. അപ്പോൾ ടെക്നിക്ക് സിനിമയുടെ ആശയത്തിൻ്റെ പുറകെ നിൽക്കാവും. ടെക്നിക്ക് മുമ്പോട്ട് വന്നിട്ട് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പടം മോശമാവുക ചെയ്യുക. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെ വരികയാണ്. അതായത് 6 മാസമായിട്ട് ഒരു നിർമ്മാതാവ്, മലയാളത്തിൽ കുറേ സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ആളാണ്, അദ്ദേഹം എന്നെ വിളിക്കുകയാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. അദ്ദേഹം അതിൻ്റെ കഥയെപ്പറ്റി എന്നോട് പറഞ്ഞു, ഇത്രയും മനോഹരമായ ഒരു കഥ അടുത്ത കാലത്തൊന്നും സിനിമയിൽ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ശ്രീനിവാസൻ വരണം, കേൾക്കണം, നമുക്കത് ഉടനെ തന്നെ ഷൂട്ട് ചെയ്യണം. ഞാനങ്ങനെ പോയി കഥ കേട്ടു. കഥ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഒരു വരി പോലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഈ കഥയുമായിട്ട് 6 മാസം ഈ നിർമ്മാതാവ് എന്തിനിരുന്നു? ഇയാളുടെ ഈ ബോധമില്ലായ്മ, ഇതുപോലെയുള്ള ബോധമില്ലായ്മയുള്ള ആളുകൾ ആണ് ശരിക്കും പറഞ്ഞാൽ നിർമ്മാതാവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം. അതെ, നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ മിക്കവാറും നിർമ്മാതാക്കളുടെ ഒരു സ്ഥിതിയാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല, മിക്കവാറും നിർമ്മാതാക്കളുടെ സ്ഥിതിയാണ്. ഈ രീതി ആയതുകൊണ്ടാണ് സിനിമയ്ക്ക് മൂല്യത്തകർച്ച വന്നിട്ടുള്ളത്.